1975 പുറത്തിറങ്ങിയ ഷോലെ. അതിന്റെ ശക്തമായ കഥ, അവിസ്മരണീയമായ കഥാപാത്രങ്ങൾ, ഐക്കണിക് സംഭാഷണങ്ങൾ, യേ ദോസ്തി, മെഹബൂബ മെഹബൂബ, ഹാ ജബ് തക് ഹേ ജാൻ, ഹോളി കെ ദിൻ തുടങ്ങിയ നിത്യഹരിത ഗാനങ്ങൾ എന്നിവയാൽ ഇന്ത്യൻ സിനിമയിലെ ഒരു സംഭവമായി മാറി. 2025 ഓഗസ്റ്റ് 15 ഈ ചിത്രം 50 വർഷം പൂർത്തിയാക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ബ്ലോക്ക് ബസ്റ്ററിനായി എത്ര തുക ചെലവഴിച്ചുവെന്നും അതിലെ അഭിനേതാക്കൾക്ക് എത്ര പ്രതിഫലം നൽകിയെന്നും അറിയുന്നത് കൂടുതൽ രസകരമാകും. ബജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷോലയുടെ ആകെ ചെലവ് ഏകദേശം 3 കോടി രൂപയായിരുന്നു. ആ കാലഘട്ടത്തിലെ ഒരു ഹിന്ദി ചിത്രത്തിനുള്ള റെക്കോർഡായിരുന്നു അത്. ഇനി അഭിനേതാക്കളുടെ ഫീസിനെ കുറിച്ചാണ്. ധർമ്മേന്ദ്രയ്ക്ക് ലഭിച്ചത് 1.5 ലക്ഷം രൂപയാണ്. സഞ്ജീവ് കുമാറിന് 1.25 ലക്ഷം രൂപ, അമിതാഭ് ബച്ചന് 1 ലക്ഷം, ഹേമ മാലിനി 75,000, അംജദ് ഖാൻ 50,000, ജയ ഭാദുരി 35,000. സാംബ, കാലിയ തുടങ്ങിയ ചെറിയ കഥാപാത്രങ്ങൾക്ക് യഥാക്രമം 12,000-ഉം 10,000-ഉം രൂപ വീതമാണ് ലഭിച്ചത്. സിനിമയുടെ ബജറ്റ് 300 മുതൽ 400 കോടിയിലെത്തിയ ഇന്നത്തെ കാലത്ത് അഭിനേതാക്കൾക്ക് ഒരു സിനിമയ്ക്ക് 50 കോടിയിൽ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സാഹചര്യത്തിൽ ഷോലയുടെ ഈ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. എന്നാൽ ഇതാണ് അതിന്റെ പ്രത്യേകത. കുറഞ്ഞ ചെലവ്, ശക്തമായ കഥ, സിനിമയെ അനശ്വരമാക്കിയ സമാനതകളില്ലാത്ത കഥാപാത്രങ്ങൾ. 204 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം രാംഗഡ് എന്ന സാങ്കല്പിക ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ക്ലാസിക് കഥയാണ്. മുൻ ജയിലറായ താക്കൂർ ബൽദേവ് സിംഗ്, സഞ്ജീവ് കുമാറാണ് ഈ വേഷം ചെയ്യുന്നത്, ക്രൂരനായ കൊള്ളക്കാരനായ ഗബ്ബർ സിംഗിനെ, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ വില്ലന്മാരിലൊരാളായ അംജദ് ഖാനാണ് ഈ കഥാപാത്രം. ഇയാളെ പരാജയപ്പെടുത്താൻ 2 ചെറിയ കുറ്റവാളികളായ ജയ്, വീരു, അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും എന്നിവരെ വാടകയ്ക്കെടുക്കുന്നു. ഗ്രാമത്തിലെത്തിയപ്പോൾ ഗബ്ബർ സിംഗിന്റെ ഭീഷണി ഇരുവരും മനസ്സിലാക്കുകയും താക്കൂറിനെ സഹായിക്കാനുള്ള ശ്രമങ്ങളെ ഇരട്ടിയാക്കുകയും ചെയ്യും. ജയാ ബച്ചനും ഹേമ മാലിനിയും യഥാക്രമം ബസന്തിയും രാധയുമായി ജയുടെയും വീരുവിന്റെയും പ്രണയിനികളായി അഭിനയിക്കുന്നു. ബംഗളൂരിനടുത്തുള്ള ഒരു പാറക്കെട്ടുള്ള ഗ്രാമത്തിൽ നിന്ന് രാംഗഡ് കൊത്തിയെടുത്തതിന് വലിയൊരു തുക ചെലവഴിച്ചു. ഇന്ത്യയുടെ ഒരു സൂക്ഷ്മ രൂപം പോലെ നിർമ്മിച്ച വിശാലമായൊരു സെറ്റായിരുന്നു അത്. ഇന്ത്യയിലെ ആദ്യത്തെ 70mm ഫിലിമിനായി ഇറക്കുമതി ചെയ്ത പാനാവിഷൻ ലെൻസുകൾ വൈഡ് സ്ക്രീൻ ഗാംഭീര്യം വാഗ്ദാനം ചെയ്തു. അപൂർവമായ ഒരു സ്റ്റീരിയോഫോണിക് ശബ്ദം RD ബർമന്റെ സംഗീതത്തിലൂടെ കടന്നു വന്നു. ധർമ്മേന്ദ്ര, അമിതാഭ് ബച്ചൻ, ഹേമ മാലിനി, സഞ്ജീവ് കുമാർ, ജയ ഭാദുരി, അംജദ് ഖാൻ, ഈ അഭിനേതാക്കൾ താരങ്ങളുടെയും പ്രതിഭകളുടെയും ഒരു കൂട്ടമായിരുന്നു. ട്രെയിൻ കൊള്ളകൾ, സ്ഫോടനാത്മകമായ സ്റ്റണ്ടുകൾ, 100 കണക്കിന് എക്സ്ട്രാകളുള്ള യുദ്ധങ്ങൾ, ഓരോ രൂപയും ഒരു ധൈര്യമായിരുന്നു. എന്നാൽ ചിത്രം ആദ്യം ഒരു വീഴ്ച മുന്നിൽ കണ്ടു. 1975 ഓഗസ്റ്റ് 15 ഷോലെ മുംബൈയിലെ പ്രശസ്തമായ മിനർവ തിയേറ്ററിലെത്തി. ആദ്യ വാരാന്ത്യത്തിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം അത്ര ഗംഭീരമായിരുന്നില്ല. ആദ്യ അവലോകനങ്ങൾ വളരെ നിശിതമായിരുന്നു. നിരൂപകർ ചിത്രം വളരെ നീണ്ടതായി കണ്ടെത്തി. പ്രേക്ഷകരുടെ പങ്കാളിത്തവും പ്രതീക്ഷിച്ചത്ര ആവേശകരമായിരുന്നില്ല. ബോക്സ് ഓഫീസിൽ മോശം കളക്ഷനും തിയേറ്ററുകൾ കാലിയാണ് എന്ന റിപ്പോർട്ടുകൾ പിന്നാലെ വന്നു. വിതരണക്കാർ ചിത്രം പിൻവലിക്കുന്നതിനെ കുറിച്ച് വരെ ചിന്തിച്ചു തുടങ്ങി. സിപ്പി ഫിലിംസിന്റെ ഓഫീസിൽ രമേശ് സിപ്പി മോശം കണക്കുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു. സുവർണ എഴുത്തുകാരായ സലീം ജാവേദ് കൂട്ടുകെട്ട് അഹങ്കാരത്തിന്റെ ആരോപണങ്ങൾ നേരിട്ടു. ഇതിഹാസമായി മാറിയ അംജദ് ഖാന്റെ ഗബ്ബർ ഒരു കാരിക്കേച്ചറായി പരിഹസിക്കപ്പെട്ടു. ഇതിനിടയിൽ രമേശ് സിപ്പി നടപടികൾ ആലോചിച്ചു തുടങ്ങി. സംശയമുടലെടുത്തു. ഇന്ത്യയുടെ സ്പന്ദനം അദ്ദേഹം തെറ്റായി വിലയിരുത്തിയോ? ചിത്രത്തിന്റെ ഭയാനകമായ അവസാനം, ജയിയുടെ മരണവും താക്കൂറിന്റെ ക്രൂരമായ പ്രതികാരവും പ്രേക്ഷകരെ അകറ്റി നിർത്തിയെന്ന് ബോധ്യപ്പെട്ട അദ്ദേഹം വിമർശകരെ പ്രീതിപ്പെടുത്തുന്നതിനും അതുപോലെ ജനക്കൂട്ടത്തെ വീണ്ടും ആകർഷിക്കുന്നതിനുമായി രംഗങ്ങൾ വീണ്ടും ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. സ്റ്റുഡിയോകൾ തയ്യാറായി, അഭിനേതാക്കളെ വിളിച്ചു. പക്ഷേ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സിനിമയുടെ ഇതിഹാസ എഴുത്തുകാരായ സലീം ജാവേദ് കീഴടങ്ങാൻ വിസമ്മതിച്ചു. ഷോലയുടെ മിടുക്കിൽ ബോധ്യമുള്ളവർ ഒരു ധീരമായ ചൂതാട്ടം തന്നെ നടത്തി. ഷോലെ ഒരു പ്രദേശത്തിന് 1 കോടി രൂപ വരുമാനം നേടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഒരു മുഴുവൻ പേജ് പരസ്യം പ്രസിദ്ധീകരിച്ചു. ജാവേദ് അക്തർ പിന്നീട് അനുസ്മരിച്ചു. ആളുകൾ ചിരിച്ചു. ഞങ്ങൾ മുഴുവൻ രാജ്യത്തിനും 1 കോടിയാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. സിനിമയുടെ കഥയിലും സംഭാഷണങ്ങളിലും കഥാപാത്രങ്ങളിലുമുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ വേരൂന്നിയതാണ്. തങ്ങളുടെ പ്രവചനം അതിമനോഹരമായിരുന്നുവെന്ന് സലീം ഖാൻ സമ്മതിച്ചു. പിന്നാലെ ഷോലെ അപ്രതീക്ഷിതമായ ഒരു ദൈവിക എതിരാളിയെ നേരിട്ടു. 1975 ഓഗസ്റ്റ് 15 30 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഒരു ഭക്തിചിത്രമായ ജയ് സന്തോഷിമായുമായി അത് ഏറ്റുമുട്ടി. ഷോലെ 8 ലക്ഷം രൂപ നേടിയപ്പോൾ ജയ് സന്തോഷിമ 7 ലക്ഷം രൂപ നേടി. ഇഞ്ചോടിഞ്ച് പോരാട്ടം. തിയേറ്ററുകളിൽ ആളുകൾ ഭജന ആലപിക്കുകയും വെള്ളിയാഴ്ചകളിൽ സ്ത്രീകൾ ഉപവസിക്കുകയും സ്ക്രീനിലെ ദൈവത്തിന് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും വരെ ചെയ്തുകൊണ്ട് അതൊരു ഹിറ്റായി മാറി.
അവസാനിച്ചപ്പോഴേക്കും ഭക്തിഗാന ചിത്രം 5.25 കോടി രൂപ നേടി. 1616% ലാഭമായിരുന്നു അത് എക്കാലത്തെയും മികച്ചൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറി. പക്ഷേ പിറ്റേയാഴ്ച, അതായത് 2ാം ആഴ്ചയുടെ ബോംബെയിലെ തെരുവുകളിൽ ചില മാറ്റങ്ങൾ കണ്ടു കേട്ടു. എങ്ങും പ്രതീക്ഷയുടെ കിരണം. പലരും ഏ ദോസ്തി എന്ന മൂളി, കിത്നെ ആദ്മി ഥേ എന്ന ഡയലോഗ് കേൾക്കാൻ തുടങ്ങി. കോളേജ് വിദ്യാർത്ഥികൾ ജയുടെ നാണയമെറിയുന്നതും ബസന്തിയുടെ സംസാരവും ഒക്കെ അനുകരിച്ചു. സലീം ജാവേദിന്റെ ഡയലോഗുകൾ ഇന്ത്യയുടെ സിരകളിലേക്ക് ആഴ്ന്നിറങ്ങി, കാട്ടുതീ പോലെ പടർന്നു. അങ്ങനെ ജനം മിനർവയിലേക്ക് തിരിച്ചെത്തി. അവിടുന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഷോലെ ഉയർത്തെഴുന്നേറ്റു. ബർമന്റെ മെഹബൂബ മെഹബൂബ, ഹാൻ ജബ് തക് ഹേ ജാൻ എന്ന ഗാനങ്ങളൊക്കെ റേഡിയോകളിൽ സ്ഥിരമായി കേട്ടു. കാരിക്കേച്ചറായി പരിഹസിക്കപ്പെട്ട ഗബ്ബാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ വില്ലനായി ഉയർന്നു. ഷോലെ ഉയർന്നു. ഇന്ത്യയിലുടനീളം സാഹചര്യം മാറി. 1976 ആയപ്പോഴേക്കും ഷോലെ കേവലം ഒരു സിനിമയായിരുന്നില്ല, അതൊരു പ്രതിഭാസമായി മാറി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറി. മിനർവ തിയേറ്ററിൽ 1975 മുതൽ 1980 വരെ തുടർച്ചയായി 5 വർഷം ഷോലെ തടസ്സമില്ലാതെ പ്രദർശിപ്പിച്ചു. റെക്കോർഡ് നിലയിൽ 286 ആഴ്ചകൾ ഷോകൾ നിറഞ്ഞിരുന്നു. 1999 BBC ഇന്ത്യ ഇതിനെ സഹസ്രാബ്ദത്തിന്റെ സിനിമയായി പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് 2002 മികച്ച 10 ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നായി ഇതിനെ റാങ്ക് ചെയ്തു. 2005 ഫിലിം ഫെയർ ഇതിലെ സംഭാഷണങ്ങൾ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ചതായി വോട്ട് ചെയ്തു. എല്ലാ അർത്ഥത്തിലും ഷോലെ ഒരു സിനിമയേക്കാൾ ഉപരിയായിരുന്നു. 2015 ഏപ്രിലിൽ പാകിസ്ഥാനിൽ പ്രദർശനത്തിനെത്തി. 40 വർഷം പഴക്കമുണ്ടെങ്കിലും ഒരു ശതാബ്ദത്തിലേറെ പഴക്കമുള്ള മിക്ക ഇന്ത്യൻ ചിത്രങ്ങളെയും മറികടന്നാണ് ഷോലെ പ്രദർശനം നടത്തിയത്. അരനൂറ്റാണ്ടിന് ശേഷവും ഷോലെ ഇപ്പോഴും പ്രേക്ഷക മനസ്സിൽ മങ്ങാതെ തങ്ങുന്നതിനും ഈ ഒരു കഥയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. സിനിമയ്ക്ക് അതിന്റെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതിന്റെ ഓർമ്മപ്പെടുത്തലുമാണ് ഷോലെ. അനിശ്ചിതമായ ഒരു തുടക്കത്തിൽ നിന്ന് വളരെ വലിയൊരു വിജയത്തിലേക്കുള്ള ഷോലയുടെ യാത്ര. എല്ലാ മഹത്തായ കഥകളുടെയും കാതലായ വശം പ്രതിരോധശേഷിയാണെന്ന ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.